ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വൈശുവിനെ സ്കൂളിലാക്കി കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്, പണി കിട്ടുമോടെ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പോകണം കേട്ടോ. അപ്പോൾ ദേവുവിന് പല്ലുവേദനയായിട്ടാണ് വന്നത്, അവിടെ നിന്ന് പല്ലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ ഇതുപോലെ ഒരു പല്ലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സെയിം അതേപോലെ തന്നെ ഒരു വേദനയാണ്. അപ്പം ഇവിടെ നമുക്ക് അറിയാവുന്നൊരു ഹോസ്പിറ്റലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ് നാട്ടിലോട്ട് വന്നത് തന്നെ. അപ്പം ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയാലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പക്ഷേ നല്ല മഴയുണ്ട്, മഴ തുടങ്ങി. ഇങ്ങനെ പോസ്റ്റായി നിൽക്കുകയാണ് കേട്ടോ. മഴയായിപ്പോയി, പക്ഷെ ഇതുവരെ മഴയില്ലായിരുന്നു കേട്ടോ. ചെറിയൊരു കോളുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ മഴ ഇല്ലായിരുന്നു. മഴയൊന്ന് ശകലം തോന്നുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി കേട്ടോ. എന്തായാലും നനഞ്ഞാലും വേണ്ടിയില്ല, കാര്യം സാധിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഒന്നും കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാൻ, ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ എനിക്കാണോ പല്ല് കഴിയാത്തത്, നിനക്കാണോ? ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ മൂക്കിൻ്റെ ഇവിടെ എന്തോ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മാസ്ക് വെച്ചാണ് മറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പനിയാണല്ലോ, അപ്പം ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മാസ്ക് എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പം കർച്ചീഫൊന്നും കൊണ്ടുപോകുന്ന സ്വഭാവം എനിക്ക് തീരെ ഇല്ലാത്ത ഒരാളാണ്. കാള പോലെ വളർന്നു, ഇന്നലെ കൂടെ ചെല്ലണോ? കാള പോലെ വളർന്നാലും കൂടെ ചെല്ലണോ? ഡോക്ടറെ കാണാൻ ദേവുവിൻ്റെ പേര് വിളിക്കും. പേടിക്കണ്ട ഗൈസ്, നമ്മൾ പല്ലെടുക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ പോസ്റ്റ് അടിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒക്കെ ആവാറായപ്പോഴാണ് അവളെ വിളിച്ചത്. പിന്നെ കുറച്ച് പേരും കൂടെ ഉള്ളായിരുന്നു കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിളിച്ചു, ഡോക്ടർ കണ്ടു. അപ്പോൾ എന്തോ പഴുപ്പൊക്കെ കയറിയിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു. കഴിച്ചിട്ട് പിന്നെ പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു പല്ലെടുത്തിട്ട് വന്നിട്ട്. അപ്പോൾ ഇവളിങ്ങനെ ചേട്ടനോട് ചോദിച്ചു വേദനയുണ്ടോ, എങ്ങനെയാണ്, എത്ര ദിവസം എടുക്കും എന്നൊക്കെ. അപ്പോൾ ചേട്ടന് തിരിച്ചൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ചേട്ടൻ എന്ത് ചിരിക്കുകയാണ് കേട്ടോ ദൈവം ഇതിനൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ട്. ഇന്നും നാളെ കൊണ്ട് വല്ല കഴിച്ച വേണോ? അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പച്ചക്കറി കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കണ്ടപ്പം വലിയ കുഴപ്പമില്ലാത്ത പച്ചക്കറികളൊക്കെയാണെന്ന് തോന്നി. അപ്പം നല്ലതാണോ ചീത്തയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ കണ്ടപ്പം വലിയ കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അപ്പം പച്ചക്കറി മാത്രമല്ല കേട്ടോ, അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. മിഠായി ഉണ്ട്, ബേക്കറി ഐറ്റംസ് ഉണ്ട്, പിന്നെ അങ്ങനെ പല ടൈപ്പിലുണ്ട്, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറി പിള്ളേർക്ക് വേണ്ടിയിട്ട് 1-2 ബിസ്ക്കറ്റും മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങി, കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നനയാന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങ് പോരുന്നത്. വെച്ചാൽ വാവയെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വാവ അടുത്ത ബഹളം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തിരിച്ചെത്തണം. അപ്പോൾ അമ്മ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കെന്തോ മഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് കണ്ട് ബഹളമായിരുന്നു. പിന്നെ അമ്മ അപ്പുറത്തെ കടയിൽ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ബേക്കറിയിൽ കുറേ സാധനങ്ങളൊക്കെ ഇരുന്ന് ഞങ്ങളിങ്ങനെ മാടി വിളിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും കൊതിയായിരുന്നു. വെച്ചാൽ പണ്ട് ഞങ്ങളിങ്ങനെ എവിടെ പോയാലും, ഞാനിത് എവിടെ പോയാലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാണ്ട് വീട്ടിൽ പോകത്തേ ഇല്ല. ഒന്നെങ്കിൽ ഒരു ലൈം ജ്യൂസെങ്കിലും കുടിക്കും എങ്ങനെ പോയാലും. അപ്പോൾ ഇപ്പോഴും ആ ഒരു ഓർമ്മയൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ ചില്ലുകൂട്ടിലിരുന്ന് പലഹാരങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടോ.
അപ്പോൾ എന്തായാലും കഴിച്ചേക്കാന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറിയിട്ട് ഒരു ഷാർജ വാങ്ങി, പിന്നെ ഒരു സോഡ നാരങ്ങ, പിന്നെന്താ പിന്നെ മീറ്റ് റോള്, പിന്നെ വേറൊരു മുട്ട പപ്സ്. അപ്പോൾ എനിക്ക് തണുപ്പില്ലാത്തത് വേണം കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സോഡ നാരങ്ങ തണുപ്പില്ലാണ്ട് കഴിച്ചു. പിന്നെ എനിക്ക് ഈ ഷാർജ ഒന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ, എനിക്ക് തൊണ്ടയ്ക്ക് ഒന്നാമതേ പനിയാണ്, പിന്നെ അത് ഭയങ്കര പ്രശ്നമാവും അവസാനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഴിച്ചു. അപ്പോൾ അവൾക്ക് കൊതി കിട്ടരുതല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശകലം മാത്രം കഴിച്ചു. അതിൽ തോന്നി എനിക്ക് കഴിക്കാൻ പറ്റില്ല, കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ പനിയായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഒട്ടും കഴിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ കുറച്ചൊക്കെ കഴിക്കാം. പല്ലെടുക്കുന്നതിന് മുമ്പ് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക. ഇനിയുണ്ട്, ചിക്കൻ ബിരിയാണി കഴിക്കണം, ഞണ്ട് റോസ്റ്റ് കഴിക്കണം, കക്കാരച്ച് റോസ്റ്റ് കഴിക്കണം. എല്ലാം നടക്കും. ആകെ 2 ദിവസമേ ഉള്ളൂ ഇനി പല്ലെടുക്കാൻ. എത്ര ആഗ്രഹം. കുറച്ച് മീനൊക്കെ കഴിക്കണം, എന്നിട്ട് പല്ലെടുക്കും, എന്നിട്ട് റെസ്റ്റ്, കഞ്ഞി മാത്രം. നല്ല കുട്ടി 2 ദിവസം ഉണ്ടാവില്ലേ. നിങ്ങളുടെ അവിടെ ഒന്നും കിട്ടത്തില്ല അല്ലേ? കിട്ടും, എന്നാലും നമ്മുടെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അല്ലേ? ഷാർജയോട് അവർക്കൊന്നും അറിയത്ത പോലുമില്ല അവിടെ ഷാർജ എന്ന് പറഞ്ഞ സംഭവമുള്ളത്. അവിടെ കൂടുതലും നോർത്ത് ഇന്ത്യ അല്ലേ, അപ്പം നോൺ വെജ് വലിയ. ആ ശരിയാ. പിന്നെ ആളുകളുടെയൊക്കെ കണ്ണു വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും. ശരിയാ, കരയാൻ ഓർത്തില്ല. ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കിതൊന്നും വേണ്ടായിരുന്നല്ലോ, പക്ഷെ അവിടെ പോയി ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമം കൊണ്ട് അതിനോടൊക്കെ ഭയങ്കര ആഗ്രഹമായി. ഇവളിവിടെ 2 കാര്യത്തിനാണ് വന്നത് കേട്ടോ, ഒന്ന് പല്ലെടുക്കാൻ, പിന്നെ ഇതൊക്കെ കഴിക്കാൻ. രണ്ടും തമ്മിലൊരു ബന്ധമില്ലാത്ത കാര്യമായിപ്പോയി. പക്ഷേ ഞാൻ നാട്ടിൽ വരുന്നെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വീട്ടുകാരെ കാണാനുള്ള സ്നേഹം കൊണ്ട് പിള്ളേരൊക്കെ ഉണ്ട്, അവരെ കാണാം, ചേച്ചി അമ്മ അവരെയൊക്കെ കാണാനുള്ള സ്നേഹം കൊണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ വിചാരിക്കുകയും ചെയ്ത് ഇതിനൊക്കെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് തരുന്നത്. കുട്ടിയുടെ കാശ് പോയാലും വേണ്ടി. ഇപ്പുറത്തെ പല്ല് എടുക്കണോന്ന് തിന്നു നോക്കട്ടെ. എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടിക്ക് എണ്ണ അടിച്ചില്ലെങ്കിൽ ചേച്ചോക്ക് എണ്ണ അടിക്കണം, അത് പതിവാണ്. വൈശികേ, അമ്മച്ചി ഇല്ലാതെ എത്ര നേരം ഇരുന്നോ എൻ്റെ പൊന്ന്? അപ്പോൾ വൈശിക ഇവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ, ഞാനിപ്പം ഉറക്കി കിടത്തിയതാണ്. അപ്പോൾ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോയത്. ഇവരെ 2 പേരെയും, വൈശികയും വൈകുവിനെയും 2 പേരും അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഫുഡൊക്കെ കഴിച്ചു, ഇനി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു ഞാൻ. അപ്പം അങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വൈശിക വലിയ ബഹളമൊന്നുമില്ലായിരുന്നു, കരച്ചിലൊന്നുമില്ലായിരുന്നു കേട്ടോ. അവൾക്ക് മഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ടുണ്ട്. അമ്മ പിന്നെ കുളിപ്പിച്ചെല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ കടയിൽ കൊണ്ടുപോയി മഞ്ച് വാങ്ങിക്കൊടുത്തു. ഇവിടെ അപ്പുറത്ത് തന്നെ കടയുണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് മഞ്ച് വാങ്ങിക്കൊടുത്തു. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നേരം കാണാതിരുന്ന് കണ്ടതിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ അവളെ ഇട്ടിട്ട് അങ്ങനെ എങ്ങും പോയിട്ടില്ലല്ലോ. എനിക്കൊന്ന് ഇന്നാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അവളെ കളഞ്ഞിട്ട് പോകുന്നത്. കളഞ്ഞിട്ടില്ല, അവളില്ലാണ്ട് പോകുന്നത്. സാധാരണ നമ്മൾ എവിടെ പോയാലും അവളും കൊണ്ടാണ് പോകുന്നത്. വൈശു ഇല്ലാണ്ട് പിന്നെയും പോയിട്ടുണ്ട്, ഇവളില്ലാണ്ട് അങ്ങനെ പോകാറേയില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് വൈശിക ഇല്ലാണ്ട് പോകുന്നത്. എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് എനിക്ക് ഇരിക്കാനേ പറ്റുന്നില്ല. എന്താവും എന്നറിയത്തില്ലല്ലോ, ഇവള് കരയുമോ. പക്ഷെ അമ്മയുടെ കൂടെ ഒന്നും അങ്ങനെ വലിയ കരച്ചിലൊന്നുമില്ല കേട്ടോ. കുറേ നേരമൊക്കെ നിൽക്കും. അല്ലാണ്ടായാലും ഇപ്പം ഞാനുള്ളപ്പോഴാണെങ്കിൽ അവൾ വലിയ ബഹളം ഇല്ലാണ്ട് നിൽക്കും. അല്ലാണ്ട് ഞാൻ മാത്രമാണെങ്കിലാണ് ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്. അമ്മ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, ബഹളം ഇല്ലാണ്ടൊക്കെ നിൽക്കും. ഞാനും മാത്രം ഉള്ളപ്പോഴാണ് നമ്മൾ ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അമ്മയും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ബഹളമൊന്നും അങ്ങനെ അധികം ഉണ്ടാക്കില്ല.
പിന്നെ പിന്നെ പല്ലിൻ്റെ കാര്യം പല്ലെടുക്കണം 2 ദിവസത്തിനുള്ളിൽ എന്തായാലും എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്. അതുപോലെ പല്ലിന് നല്ല പഴുപ്പുണ്ട്, പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് മരുന്ന് തന്നിട്ടുണ്ട്, പഴുപ്പ് മാറാൻ. അപ്പോൾ അത് മാറിയാലേ അവർക്ക് പല്ല് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. ഇനി അത് കഴിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതിന് മുന്നേ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുകയാണ് പുള്ളിക്കാരി കേട്ടോ. അപ്പോൾ അതാണ് ഷാർജ കഴിച്ചത്. അപ്പോൾ ഞണ്ടും ചിക്കനും ബിരിയാണി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ പറ്റുമോ നടത്തി 2 ദിവസം കൂടെയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ സമയമുണ്ടോയെന്ന് അറിയില്ല. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും പല്ലെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേദന എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ല. ഫുഡൊക്കെ എപ്പോൾ കഴിക്കാമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പോകണം തിരിച്ച്. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെയും 2 ദിവസം കൊണ്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അതേ പറ്റുള്ളൂ, അല്ലാതെ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി വൈഷുവിനെ വിളിക്കാൻ പോകണം. 3 മണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് പോകണം. അതിന് മുന്നേ അമ്മയെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടണം. ഇത്രയും ജോലിയുണ്ട് എനിക്ക്. വാവ ഇനിയിപ്പോൾ കുറച്ച് നേരം ഉറങ്ങുമായിരിക്കും. രാവിലെ ഇതുവരെ ഉറങ്ങിയില്ലല്ലോ, രാവിലെ എഴുന്നേറ്റതാണ്. ഇതുവരെ ഉറങ്ങിയില്ല, കുളിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാണ്. അപ്പോൾ ഞങ്ങൾ അമ്മയെ കൊണ്ടുവിട്ടു കേട്ടോ. വൈഷുവിനും കൂടെ വിളിച്ചിട്ട് അമ്മയെ കൊണ്ടുവിടാനായിട്ട് പോയി കേട്ടോ. എന്ന് വെച്ചാൽ വണ്ടി ഇവിടെ നിന്നുള്ള വണ്ടി ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങ് കൊണ്ടുവിട്ടത്. അങ്ങോട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചു. ഞാൻ ടീച്ചറിനെ വിളിച്ചു ചോദിച്ചായിരുന്നു കുറച്ച് നേരത്തെ വിടാൻ പറ്റുമെന്ന്. പഠിച്ചോണ്ട് കുഴപ്പമില്ല വിടാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ 3 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഷുവിനെ വിളിച്ചു. വൈഷുവിടെ ബിസ്ക്കറ്റ് നോട്ടിരിക്കുന്നു. നമ്മൾ കടയിൽ കയറിപ്പോൾ വാങ്ങിയില്ലേ മാൽക്കീസ്റ്റ് കാണിച്ചു പാവേ. ഈ ബിസ്ക്കറ്റാണ് കേട്ടോ. കഴിച്ചു തന്നെ ആരെ വിളിച്ചു? ആരെ വിളിച്ചില്ല. എന്റെ ഉടുപ്പിന്റെ കളറുണ്ട്. ഞാൻ ആരെ വിളിച്ചില്ലല്ലോ. ഞാൻ ആരെ വിളിച്ചില്ലടി. നീ എന്താ പറയുന്നത്? വീഡിയോ കോൾ ചെയ്തോ? പിന്നെ ആരെ വിളിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നത്. ആരെൻ്റെ വിളിച്ചോന്നൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ.